സംസ്ഥാനത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ ഉന്നതതല യോഗം വിളിച്ച ഫിഷറീസ് മന്ത്രി. രാവിലെ 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം നടക്കുക. നിലവിൽ തുടരുന്ന തെരച്ചിൽ യോഗം വിലയിരുത്തും. യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയുമായി ഫിഷറീസ് മന്ത്രി അബ്ദുൾ ഗഫൂർ കൂടിക്കാഴ്ച നടത്തും. മുതലപ്പുഴയിലും നീണ്ടകരയിലും ഇന്നും തെരച്ചിൽ തുടരുന്നുണ്ട്. ഹാൻസ് ജോൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ് ജോൺ, എന്തായാലും 3 പേർക്കായുള്ള തെരച്ചിലാണ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ തെരച്ചിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാര്യക്ഷമമായി തന്നെ തെരച്ചിൽ നടത്താനുള്ള ശ്രമം നടത്തി. ഇന്നും ഈ നേവി അടക്കമുള്ള കാര്യങ്ങളിൽ തെരച്ചിൽ തുടരുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഈ ഫിഷറീസ് മന്ത്രിക്കെതിരെയാണ് വലിയ ആരോപണമൊക്കെ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഇടപെടുകയാണ്. അതെ രുചീഷ്, ആദ്യഘട്ടത്തിൽ തെരച്ചിലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫിഷറീസ് മന്ത്രിക്കെതിരെ വലിയ വിമർശനമാണ്. അത് മന്ത്രിക്കെതിരെ മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഈ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾ ഉന്നയിച്ചത്. അതിനുശേഷം കാര്യക്ഷമമായ രീതിയിൽ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും ഈ 3 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞത്ത് നിന്ന് കാണാതായ ജോൺ, കൊല്ലം നീണ്ടകരയിൽ നിന്ന് കാണാതായ ഗൗതം കൃഷ്ണ, അതിനോടൊപ്പം തന്നെ മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഷിജിൻ, ഈ 3 മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ കാര്യക്ഷമമായ രീതിയിൽ തന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ 3 കണ്ടെത്താനുള്ള തെരച്ചിൽ നടപടികൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള അബ്ദുൾ ഗഫൂർ ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇന്ന് 11 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ഈ 3 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തുന്നതിനായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പ് ഏതൊക്കെ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഈ യോഗത്തിൽ ഉദ്യോഗസ്ഥർ വിശദീകരിക്കും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും ചർച്ചയാവും. ഈ ഷിഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ സ്കൂബ ഡൈവർമാരെയും അതിനോടൊപ്പം തന്നെ മറ്റു ഉപകരണങ്ങൾ നിർത്തിക്കൊണ്ട് നീണ്ട ഒരു തെരച്ചിലിലേക്ക് കടക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളും ഈ യോഗം പരിശോധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കടൽ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെയും ഇന്നുമായി മഴ മാറി നിൽക്കുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ മഴയില്ലാത്ത സമയത്ത് കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ തെരച്ചിൽ നടത്താൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും യോഗം പരിശോധിക്കും. അതിനുശേഷം ഈ യോഗത്തിൽ സ്വീകരിച്ച നടപടികൾ, തീരുമാനങ്ങൾ അത് മുഖ്യമന്ത്രിയെ അറിയിക്കാനാണ് ഫിഷറീസ് മന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. യോഗം കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി ആയിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമവും ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചന. അതിനോടൊപ്പം തന്നെ ഈ യോഗത്തിന് ശേഷവും മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഫിഷറീസ് വകുപ്പ് മന്ത്രി മാധ്യമങ്ങളെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ 3 മത്സ്യത്തൊഴിലാളികളെയും കാണാതായ 3 മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള തെരച്ചിൽ നടപടികൾ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നീണ്ടകരയിൽ നേവിയുടെ കപ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗൗതം കൃഷ്ണയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ വിഴിഞ്ഞത്ത് ജോണിനെയും മുതലപ്പുഴയിൽ കാണാതായ ഷിജിനെയും തെരച്ചിലിനായി അല്ലെങ്കിൽ അവരെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രുചീഷ്. ശരി ഹാൻസ്, എന്തായാലും ഇന്ന് 11 മണിക്കാണ് മന്ത്രി വിളിച്ച ഉന്നതതല യോഗം നടക്കുക. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 3 പേരെ കണ്ടെത്താനുള്ള തെരച്ചിൽ കഴിഞ്ഞ 12 ദിവസമായി ഈ തരത്തിൽ തന്നെ തുടരുന്നു.